ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് വീണ്ടും പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ദിവസം ഏലപ്പാറ ചെമ്മണ്ണ് റോഡിൽ തള്ളിയ മാലിന്യത്തിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ച് കുറ്റക്കാരെ കണ്ടെത്തി പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഏലപ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളൽ വ്യാപകമാണ്. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഇരുവശങ്ങളിലും പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിന്റെ വിവിധ ഭാഗങ്ങളിലുമാണ് മാലിന്യ നിക്ഷേപം കൂടുതലായി നടക്കുന്നത്. മുമ്പ് മാലിന്യ നിക്ഷേപം പതിവായിരുന്ന മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ക്യാമറ കണ്ണുകളിൽ പെടാത്ത പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി മാലിന്യം തള്ളുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലുടനീളം പരിശോധന ശക്തമാക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ച് പുറത്തുനിന്നുള്ള ആളുകൾ രാത്രികാലങ്ങളിൽ കൊണ്ടിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മളുടെ സ്ഥലത്ത് നടന്ന് മുന്നോട്ട് പോകുന്നത്. അതിശക്തമായ രീതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി നോക്കുന്നതിനും ആ ചെയ്യുന്ന പ്രവർത്തികളിൽ അതിനെതിരെ കെട്ടിക്കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് അത്തരത്തിലേക്കുള്ള ഇൻസ്പെക്ഷനുകളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വാഗമണ്ണിലും ഉളുപ്പൂണിലും ഏലപ്പാറയിലും മുന്നോട്ട് പോയപ്പോൾ ഏലപ്പാറയിൽ ഇന്ന് രാവിലെ കാണുന്നത് ഇവിടെ വലിയൊരു മാലിന്യം കൊണ്ടിടുന്ന സാഹചര്യമാണ്. സ്വകാര്യ വ്യക്തിയുടേതായിട്ടുള്ള മാലിന്യമാണ് ഇന്നിവിടെ കിടക്കുന്നത്. ആ മാലിന്യത്തിൻ്റെ പ്ലാസ്റ്റിക്കുകളുടെ കൃത്യമായ രീതിയിലുള്ള പേപ്പറുകളും കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അതിൽ നിന്നും അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ആ സ്വകാര്യ വ്യക്തിക്ക് ഫൈൻ കൊടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിനായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് വിവിധ മേഖലകളിൽ സർപ്രൈസ് പരിശോധനകൾ നടത്തും. നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.